ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീല മുരുകനോട് പിശകാൻ നിൽക്കുകയാണ്. മുരുകനോട് പറയാണ്, ഞങ്ങൾക്ക് പണം കിട്ടിയിട്ടില്ല, ആ ബാഗിൽ നിന്നും ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങളോട് പണം ചോദിക്കല്ലേ, ഞങ്ങൾക്ക് കുറച്ച് പണം തരാം, 25,000 രൂപ തരാനേ കഴിയുള്ളൂ എന്ന് സുശീലയെ ഹർഷയും മുരുകനോട് ആവർത്തിച്ച് പറയുമ്പോൾ ആ വാക്കിനെ മുരുകൻ ഒരു വിലയും കൊടുക്കില്ല കേട്ടോ. മുരുകൻ പറയും, 50,000 അതിൽ കുറയാൻ എനിക്ക് പറ്റില്ല, 1,50,000 രൂപ എനിക്ക് ഇപ്പോൾ ഈ സമയം കിട്ടണമെന്ന് പറയുമ്പോൾ ഹർഷയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഹർഷ പറയാണ്, ഞങ്ങളുടെ കയ്യിലില്ലാത്തത് കൊണ്ടല്ലേ, ഇനിയിപ്പോൾ 25,000 രൂപയിൽ കൂടുതൽ തരാൻ കഴിയില്ല എന്ന് ഹർഷയും തറപ്പിച്ച് പറയുമ്പോൾ സുശീലയും അത് ഏറ്റുപിടിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം മുരുകൻ പറയുന്നത്, ശരി ഞാനൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ എന്നോട് ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ബാഗിൽ നിന്നും പണം തട്ടിയെടുക്കാൻ പറഞ്ഞു, ഞാനത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞോളാം, ഹർഷയും സുശീലയും പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്നുള്ള വാക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ കാര്യം തീരാവുന്നതല്ലേ ഉള്ളൂ. എടാ വാടാ, നമുക്കിനി നിന്നിട്ട് കാര്യമില്ല, ഇവർ തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തി ശീലമുള്ളവരാണ്, ഇവർ നമ്മളോടാണ് തട്ടിപ്പ് വെട്ടിപ്പ് നടത്തുന്നത്, എന്നാൽ ഇവർക്കിട്ടൊരു പണി കൊടുക്കുക എനിക്കറിയാമെന്നും പറഞ്ഞ് അവിടെ നിന്നും അങ്ങ് പോകുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് മുരുകൻ അങ്ങ് പോകുമ്പോഴേക്കും ഹർഷയും സുശീലയും ആകെ പേടിക്കാണ്. അങ്ങനെ സുശീല പറയുന്നുണ്ട്, എടിമോളെ, മുരുകനാണ് കുഞ്ഞമ്മയുടെ മകനാണ്, അവന് എന്തും ചെയ്യുമെന്നാണ് പറയുന്നത്, ഇത്രയും കാലം വളർത്തി വലുതേ കുഞ്ഞമ്മയെ പോലും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അവനാണ്, അവന് പറയാൻ കഴിയില്ല, കൊള്ളത്തില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും ആൻറ്റി, എന്തെങ്കിലും ചെയ്ത് അവൻ്റെ പണം തിരികെ കൊടുക്കണം എന്നുള്ള വാക്കായിട്ടോ. അങ്ങനെ ഈ സമയം മുരുക അന്ന് അവിടെ നിന്നേ എന്ന് പറഞ്ഞിട്ട് സുശീല വിളിക്കുകയാണ്. ഉടൻ തന്നെ മുരുകന് ആശ്വാസമാവാണ്, എവിടുന്നെങ്കിലും തനിക്കൊരു പണം കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ എന്തിനാ വിളിച്ചത്, വീണ്ടും നിങ്ങളുടെ ഉടായ്പ എൻ്റെ അടുത്ത് എടുക്കാൻ വേണ്ടിയാണോ, എന്നാൽ അത് ഇനി വില പോവില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയണേ, അതെ ഞങ്ങൾ നിൻ്റെ പണം തരാം, പക്ഷേ ഞങ്ങൾക്ക് 2-3 ദിവസത്തെ സാവകാശം വേണം, ഞങ്ങൾ വിചാരിച്ചത് തന്നെ ആ മാഷിൻ്റെ കയ്യിൽ നിന്ന് ആ ബാഗിൽ നിന്നും പണം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിനക്ക് 2,00,000 രൂപ തരാമെന്നാണ്, 2 അല്ല 5 തരാമെന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അതിൽ 1 രൂപ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ കുറച്ച് ടൈം വേണമെന്ന് പറയണേട്ടോ. അപ്പോൾ ഈ സമയം മുരുകൻ പറയും, ശരി 2 ദിവസം, അതിൽ കൂടുതൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അതിൽ കൂടുതൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ അങ്ങനെയാണ് ഇരിക്കും ഞാൻ പറയുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം അവന് അവിടെ നിന്ന് പോകുമ്പോൾ ഹർഷ പറയണേ, ആൻറ്റി വലിയ പുലിവാലിനെയാണല്ലോ തലയിൽ എടുത്ത് വെച്ചത്, എന്തായാലും വലിയ ബുദ്ധിമുട്ടിലോട്ടാണല്ലോ ഇനി പോകുന്നത്, ഇനി 1,50,000 എങ്ങനെ ഉണ്ടാക്കും, പണ്ടായിരുന്നെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ ക്യാഷ് ആയിരുന്നു, ഇന്നിപ്പോൾ എല്ലാം രവിയേട്ടൻ്റെ നേതൃത്വത്തിലാണ്, അതുകൊണ്ട് തന്നെ കിട്ടാനും പണിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഹർഷ നീ തന്നെ വിചാരിക്കണം എവിടെ നിന്ന് ഈ പണം കിട്ടാനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിലേക്കോ അപ്പുറമാണ് ഇനി വരാനിരിക്കുന്ന ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ആ പണം കിട്ടുന്നത്, ആ ബാഗിൻ്റെ സത്യം പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും മാഷ് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരാനായിട്ടോ. വീട്ടിൽ വരുമ്പോഴേക്കും അമ്പിളിയും ദയയും ഒക്കെ ഓടി വരാണ്, എന്തായി എന്ന് ചോദിക്കാനായിട്ടോ അമ്പിളി വന്നിട്ട്. അപ്പോൾ ഉടൻ തന്നെ, മോളെ എല്ലാം ശുഭമായി തന്നെ തീർന്നു, അനുപമയുടെ പേരിൽ ഇന്ന് ഈ വീട് സ്വന്തമാണ് എന്ന് പറയാനായിട്ടോ. അങ്ങനെ മോളെ വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചും കൊണ്ട് പൂജാമുറിയിലോട്ട് ലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അവരുടെ അമ്മ ആ വീട്ടിൽ മാഷ് സ്ഥാപിച്ചത് കാണുമ്പോൾ വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോവാണ്. മാഷ് അതൊക്കെ അങ്ങ് അവിടെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇത് കാണുമ്പോൾ മക്കൾക്കെല്ലാം സന്തോഷമാവാണ് കേട്ടോ. അമ്മയുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ പോകുന്ന അവിടെ നിങ്ങളുടെ അമ്മയും വേണം, നിങ്ങളുടെ അമ്മയുടെ സൗഭാഗ്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങൾ ഓരോന്നോരോന്നായി കൈവരുന്നത്, എന്തായാലും എൻ്റെ മക്കൾക്ക് ഇന്നിപ്പോൾ ഇത് ആവശ്യമാണെന്ന് തോന്നി, എല്ലാ മക്കൾക്കും അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ അമ്മയുടെ സ്വത്ത്, പക്ഷേ അതിലേറ്റവും കൂടുതൽ ആവശ്യം ഇന്നിപ്പോൾ അനുപമക്കാണെന്ന് തോന്നി, കാരണം അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്, നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് എൻ്റെ കുഞ്ഞ് വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീട് അവൾക്ക് സ്വന്തമാക്കി കൊടുത്തത്, ഈ വീടും അവളുടെ കുഞ്ഞും ഈ വീട്ടിൽ സുഖമായി ജീവിക്കട്ടെ, ആരെങ്കിലുമൊക്കെ കാവലായി അവൾക്ക് ഇവിടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതുപോലെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് തന്നെ അച്ഛൻ നിങ്ങളുടെ അമ്മയുടെ സമ്പാദ്യത്തിൽ നിന്ന് ഓരോ മക്കൾക്കും ചെയ്തു തരുന്നതാണ് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അമ്പിളിക്ക് ഒരുപാട് സന്തോഷമാവാണ്, ചീരുവിനും ദയക്കൊക്കെ സന്തോഷമാവാണ്. അപ്പോൾ ചീരു പറയാണ്, അനുചേച്ചിക്ക് ഇത് അത്യാവശ്യ സമയം തന്നെയാണ്, അനുചേച്ചിക്ക് ആരുമില്ലാത്ത ആ ഒരു തണലിൽ നിന്ന് അച്ഛൻ അനുചേച്ചിക്ക് ഒരു വീട് സ്വന്തം
സ്വന്തമാക്കി കൊടുക്കുമ്പോൾ അനുചേച്ചിക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം അത് പറയാനില്ല. എന്തായാലും നഷ്ടങ്ങൾ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അനുപം പറയാണ്, നഷ്ടങ്ങൾ തന്നെയാണ് അച്ഛ, പക്ഷേ നഷ്ടങ്ങളിലേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ അച്ഛൻ തരുന്ന ഈ സന്തോഷം അത് മതി. ഇനി നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കാൻ ഞാനില്ല, അത് വേദനയെ അവിടെ കിടന്നോട്ടെ, പക്ഷേ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പൊരുതി തന്നെ ജീവിക്കുമെന്ന് പറയുമ്പോൾ മാഷിന് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. ഇതേ സമയം ചിരുവിനോട് അമ്പിളി ചോദിക്കും, മോളെ നിൻ്റെ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിരു പറയണേ, ഇനി എൻ്റെ അച്ഛനെ അധികം ഞാൻ സങ്കടപ്പെടുത്തില്ല, അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്തായാലും വിനയേട്ടൻ്റെ വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങുകയാണെന്ന് പറയുമ്പോൾ മാഷിന് ഒരുപാട് സന്തോഷമാവാണ്. എന്നാൽ അത് കേട്ട് നിൽക്കെ അമ്പിളി ചോദിക്കുകയാണ്, അല്ല എന്താ ദയേ നിൻ്റെ തീരുമാനം, വേണമെങ്കിൽ ഞാനും രഘുവേട്ടനും കൂടി നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, എന്നെ ആരും അങ്ങോട്ടേക്ക് കൊണ്ടുവിടണ്ട എന്ന് പറയുമ്പോൾ ആ എടുത്തുചാട്ടത്തിലുള്ള സംസാരമാണല്ലോ ദയയുടെ. അങ്ങനെ ദയ അത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയൊക്കെ തോന്നും. പക്ഷേ ദയ പിന്നീട് പറയുന്നത്, എൻ്റെ അച്ഛനാണ് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത്, അതുകൊണ്ട് എൻ്റെ അച്ഛൻ തന്നെ അവിടെ എന്നെ കൊണ്ടാക്കി വിടണം, അതാണ് എൻ്റെയും ആഗ്രഹം എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി അമ്പിളിക്കും ഈ പറയുന്ന രഘുവിനും സന്തോഷമാവാണ്. അപ്പോൾ മാഷ് ഏതിനും രഘുവിനോട് ചോദിക്കുന്നുണ്ട്, രഘു എന്തായി, നല്ല തീരുമാനമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മാവിൻ്റെ തീരുമാനം നല്ലത് തന്നെ, എന്തായാലും എൻ്റെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി വന്നതുകൊണ്ട് തന്നെ ഈ അച്ഛന് മനസ്സമാധാനമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ മാഷിനെ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാനിരിക്കുന്നത് ഇനി മഞ്ചാടിയാണ്. അവളൊരു പാഠം പഠിപ്പിച്ചിട്ടേ മാഷ് ഇനി ഒതുങ്ങിയിരിക്കുകയുള്ളൂ. അങ്ങനെ മാഷിൻ്റെ വീട്ടിലെ എല്ലാവർക്കും സന്തോഷമെത്തുമ്പോൾ ഇവിടെ ചീരുവും ദയയും വന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ അനുവിനോട്, അല്ല അനുചേച്ചി ഇനി എന്താ അനുചേച്ചിയുടെ തീരുമാനം, ആ കട അനുചേച്ചി സ്വന്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നേക്ക് 10ാം നാൾ എന്ന് പറഞ്ഞിട്ടില്ലേ അവിടെ നിന്നും ഞാൻ ഇറങ്ങിയത്, അത് 2-3 ദിവസം കഴിഞ്ഞു, ഇനി അയാൾക്ക് ഞാൻ 6-7 ദിവസമേ കൊടുക്കത്തുള്ളൂ, അത് കഴിഞ്ഞാൽ അയാൾ ആ കടയിൽ നിന്ന് ഞാൻ ഇറക്കി വിടും, പിന്നീട് ഞാനും എൻ്റെ കുഞ്ഞും ജീവിക്കാനുള്ള വരുമാന മാർഗം അതിൽ നിന്നും കണ്ടെത്തും. കാരണം എന്നും അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ, അച്ഛന് ഈ പറയുന്നത് പോലെ എല്ലാ മക്കൾക്കും അവകാശപ്പെട്ട സ്വത്താണ് അമ്മയുടേത്, അത് എനിക്ക് മാത്രമായി അച്ഛൻ തരുന്നതിലും അർത്ഥമില്ലല്ലോ, അതുകൊണ്ട് എനിക്കുള്ള വരുമാന മാർഗം ഞാൻ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു കേട്ടോ. ഈ സമയം രവിയാണെങ്കിലോ നല്ല തിളപ്പിൽ തന്നെയാണ്. രവിക്കാണെങ്കിലോ ഹർഷ എവിടെ നിന്നു എവിടോട്ട് പോയി എന്നുള്ളതൊക്കെ രവിക്കറിയാം, പക്ഷേ ഏതുവരെ പോകുമെന്നറിയാൻ തന്നെയാണ് രവിയും മുന്നോട്ട് പോകുന്നത്. കാരണം കടിക്കുന്നത് ഹർഷയോടാണ്, അതുകൊണ്ട് തന്നെ മുന്നും പിന്നും നോക്കാതെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന സ്വഭാവം ഹർഷയ്ക്കുണ്ട് എന്ന് രവിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ തന്ത്രപരമായാണ് രവി നീങ്ങുന്നത് കേട്ടോ. അങ്ങനെ രവിയുടെ അടുത്തോട്ട് ഹർഷയെ സുശീല പറഞ്ഞു വിടാണ്. സുശീല ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്താണ് പറഞ്ഞു വിടുന്നത്. നീ ഒരിക്കലും വിഷമിക്കണ്ട, എന്തായാലും നീ പോയിക്കോ, ഇന്ദ്രനെ ഞാൻ പഴയതുപോലെ നിന്റെ മുന്നിലോട്ട് ഞാൻ എത്തിച്ചു തരും, അത് ഉറപ്പുള്ള കാര്യമാണ് എന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തൊക്കെ രവിയുടെ അടുത്തോട്ട് ഹർഷയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ഹർഷ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ഇലയിളക്കമൊന്നുമില്ല. അത് കാണുമ്പോൾ തന്നെ ഹർഷയ്ക്ക് ഒരു പേടിയൊക്കെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഹർഷ പതുക്കെ കയറി വരികയാണ്. അപ്പോൾ രവിയാണെങ്കിൽ പിറകിലുണ്ടാവും. ഉടൻ തന്നെ ഹർഷ തിരിഞ്ഞു നോക്കുമ്പോൾ രവിയെ കാണാണ്. ഇത് കാണുന്നതിനോടുകൂടി ഹർഷയ്ക്ക് ഒരു പേടിയൊക്കെ ആവാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ രവി ചോദിക്കും, അല്ല ഈ 2 ദിവസം നീ എവിടെയായിരുന്നു, ആരുടെ നേർക്ക് കുതന്ത്രമായാണ് ഇവിടെ നിന്നും ഇറങ്ങിയത്, അല്ല ആ സ്ത്രീയുടെ കൂടെ നീ എന്ന് നടന്നിട്ടുണ്ടോ, അത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനായിരിക്കും, ഇതെന്താ നിങ്ങൾ ഒരുമാതിരി പോലീസ് മുറയിലുള്ള ചോദ്യം ചോദിക്കുന്നത്. അല്ല ഞാൻ പോലീസ് മുറയിൽ ചോദിച്ചതല്ല, ഈ 2 ദിവസം നിനക്ക് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു, അതിനൊരു കാരണം കണ്ടെത്തിയതല്ലേ നീ എൻ്റെ പേരിൽ ഞാൻ നിന്നെ പീഡിപ്പിച്ചു വീഴ്ത്തിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് ഹർഷ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത്, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അത് എൻ്റെ ഇഷ്ടമാണ്, എവിടെ നിൽക്കണമെന്ന് നീ എവിടെ വേണമെങ്കിലും നിന്നോ, പക്ഷേ ഞാൻ പറഞ്ഞു ഡിവേഴ്സ് നോട്ടീസ് അതിൽ ഒപ്പുവെച്ചതിന് ശേഷം ഈ വീട്ടിൽ നിന്ന് നിനക്ക് എവിടെ വേണമെങ്കിലും പോയി നിൽക്കാം, എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം, അതിൽ ഞാൻ ചോദ്യം ചെയ്യാൻ വരില്ല, പക്ഷേ എൻ്റെ ഭാര്യ ആയിരിക്കെ നീ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത് ഞാൻ ചോദ്യം ചെയ്യും, അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യൂ, അത് നിയമപരമായും മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ഹർഷ ഒന്ന് കിടുങ്ങുന്നുണ്ട്. ഹർഷ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കണം. കാരണം ഹർഷയുടെ ഉള്ളിൽ മുരുകന് കൊടുക്കാനുള്ള 1.5 ലക്ഷം എങ്ങനെയും കിട്ടണം. അതുകൊണ്ട് തന്നെ ഓവറായി രവിയോട് വഴക്കിടാനും വയ്യട്ടോ.
എന്നാൽ ഈ സമയം സുശീല കയറി വരുമ്പോൾ ഇന്ദ്രനുമായി അങ്ങ് വഴക്കിടുകയാണ്. സുശീല പറയണേ, എന്തിനാടാ നീ ഹർഷയുമായി വഴക്കിട്ടത്? അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തിനാണ്? അവൾ എത്രമാത്രം എനിക്കും വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ട് നീ അവളെ വേദനിപ്പിച്ചപ്പോഴോ എന്നിങ്ങനെ സുശീല ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ, അതെ അമ്മേ, ഇനി അവളുമായുള്ള ചങ്ങാത്തം അധികം നമുക്ക് മുന്നോട്ട് പോവാതിരിക്കുകയാണ് നല്ലത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അധികം മുന്നോട്ട് പോയാൽ രവിയുമായുള്ള ആ കളി നമ്മൾ കാണേണ്ടി വരും. രവി പഴയതുപോലെയല്ല. ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനം രവി എടുത്തിട്ടുണ്ട്. കൂടുതൽ ഞാനും അമ്മയും അങ്ങോട്ടൊക്കെ അടുക്കും തോറും അതിനെക്കുറിച്ച് ചികഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്കും അമ്മയ്ക്കും ഈ ലോകം മുഴുവൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയോ, നാട്ടിൽ നമുക്ക് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയോ അതിലോട്ട് എത്തിക്കുന്നതിനേക്കാൾ നല്ലത് അർഷയെ എൻ്റെ പിറകെയും അമ്മയുടെ പിറകെയും നടക്കാതിരിക്കല്ലേ, അർഷ നമുക്കൊപ്പം ഇല്ലാതിരിക്കല്ലേ നല്ലത്. അമ്മ തന്നെ തീരുമാനിച്ചോളൂ എന്ന് പറയുമ്പോൾ സുശീലയ്ക്ക് അതൊന്നും വലിയ വിലയല്ല കേട്ടോ. അർഷയെ തൻ്റെ മരുമകളാക്കണം എന്ന ആ ഒരു ആഗ്രഹം മാത്രമേ സുശീലയ്ക്ക് ഉണ്ടാവുള്ളൂ.